മോക്ക് തുറന്നിട്ടി അമ്മയുടെ അലമാരേന്ന് എങ്ങനെയുണ്ട് അച്ഛാ? നന്നായിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. കൈ എവിടെ? അതോ താനത് കണ്ടോ? മോളെന്തായി കാണിച്ചേ? അത് മൂരിയെ ഞാൻ ഇത് കുറച്ചേരം ഇട്ടോട്ടമ്മേ. അമ്മയുടെ ഈ ഡ്രസ് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു. താൻ പർദ്ദ ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. പിന്നെ തനിക്ക് തുറന്നു കിട്ടി? താൻ വാങ്ങിയതാണോ അതാരെങ്കിലും ഗിഫ്റ്റ് തന്നാണോ? അത് പിന്നെ ഞാൻ വാങ്ങിയതാ. എന്തിന്? തനിക്കെന്തിനാ പർദ്ദയുടെ ആവശ്യം? വെറുതെ കഴിഞ്ഞ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോ ഈ ഡ്രസ് കണ്ടപ്പോ എനിക്ക് വല്ലാണ്ട് ഇഷ്ടം തോന്നി. വെറുതെ ഒരു കൗതുകത്തിന് വാങ്ങി വെച്ചതാ. ഇതെങ്ങനെ വെറുതെ ഒരു കൗതുകത്തിന് വാങ്ങേണ്ട വസ്ത്രമല്ല. ഇതൊരു പവിത്രമായ വസ്ത്രമാണ്. ഒരു മതവിശ്വാസത്തിന്റെ ആചാരത്തിനനുസരിച്ച് ആ മതത്തിലെ സ്ത്രീകൾക്ക് മാത്രം ധരിക്കാനുള്ള വസ്ത്രം. എനിക്കറിയാം. പക്ഷേ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരികളുടെ പർദ്ദയൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയിടാറുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടപ്പോ എനിക്കൊരു ഇഷ്ടം തോന്നിയിട്ട്. ഈ വസ്ത്രം ധരിക്കുമ്പോ ഇതിന്റെ വിശുദ്ധി കളങ്കപ്പെടരുത് എന്നേ ഉള്ളൂ. ഗൂഗിളിൽ എന്താ ഞാനിത് വാങ്ങിയത് ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ, എനിക്കൊരു ഇഷ്ടക്കുറവില്ല. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ആരതി കോടതിയിൽ സാക്ഷിയായി അനഘയെ ഹാജരാക്കിയത് ഇതുപോലൊരു പർദ്ദ ധരിപ്പിച്ചാണെന്ന് കേട്ടു. ഈ വിശുദ്ധ വസ്ത്രം ഒരു മറയായിട്ടൊക്കെ പലരും ഉപയോഗിക്കാറുണ്ട്. ഒരു സത്യം തെളിയിക്കാനായതുകൊണ്ട് അത് കുഴപ്പമില്ല, അല്ലേ? എന്തായാലും ഇവളിത് ചീത്തയാക്കുന്നതിന് മുമ്പ് താനിത് വാങ്ങി സൂക്ഷിച്ചു വെക്ക്. ഈശ്വര, ഗൂഗിളിന് എന്നെ എന്തെങ്കിലും സംശയം തോന്നിക്കാണോ? അതുകൊണ്ടായിരിക്കോ അനഘയുടെ ഉദാഹരണം പറഞ്ഞത്? ഒരു കാര്യം ഉറപ്പായി, എന്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയെന്ന സത്യം മറച്ചു വെക്കാൻ ഇനി ഈ വേഷത്തിലും കഴിയില്ല. എന്റെ ജീവിതം ഇനി എങ്ങനെ മുന്നോട്ട് പോകും? പോരാത്തതിന് നല്ല സുന്ദരമായ ചില വീഡിയോകളുണ്ട്. പതിവ് പോലെ ഇന്ന് ഓഫീസിലെത്തണം. ഇല്ലെങ്കിൽ ഈ ഫോട്ടോസും വീഡിയോസും എല്ലാം നിന്റെ വീട്ടുകാർ കാണും. അയ്യോ, ഞാൻ തന്നെ അങ്ങനെ ഭീഷണിപ്പെടുത്തിയൊന്നുമല്ല കേട്ടോ. മോള് പേടിക്കണ്ട, ഞാൻ ഒരാളെയും കാണിക്കത്തില്ല. പക്ഷെ എനിക്കിതിനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. പ്ലീസ് വേഗം വാ മോളെ. ആദി, മോളെ ഇങ്ങനെ താങ്ങി തൂങ്ങി നിൽക്കാതെ പോയി വേഗം റെഡിയാവാൻ നോക്ക്. ആ മുതലാളി വലിയ കാര്യമായിട്ട് വിളിച്ചതല്ലേ? ദേ നോക്കി, അങ്ങേരെ എത്ര നല്ലവനായിട്ടായിരിക്കും ഇങ്ങനെ ജോലിക്കാരെയൊക്കെ വിളിക്കുന്നത്. അവിടെ ചെന്ന് തലവേദന വരികയാണെങ്കിൽ അങ്ങേരെ ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞില്ലേ? 1 മാസത്തെ ശമ്പളമല്ലേ മോളെ അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കുന്നത്? മോള് വേഗം ചെല്ലാൻ നോക്ക്. അമ്മ എന്തിനാ ഇന്ന് എന്നെ കുറിച്ച് ഓർത്തത്? കാര്യമുണ്ട്. ഞങ്ങളാരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താ മോളൊരു സഹായമായിട്ട് ഈ വീട്ടിലോട്ട് കയറി വന്നത്. ഹോ, ആ പണം കൊണ്ട് ഞങ്ങൾക്കുണ്ടായ സമാധാന സന്തോഷവും ഒരുപാട് വലുതാ മോളെ. ഹായ് ആയിഷ ചേച്ചി. ചേച്ചി എപ്പോഴാ വന്നേ? ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. അല്ല, ആതിര എവിടെ? അവള് ഓഫീസിൽ പോയി. ആതിര എന്ത് പറയുന്നു? പുതിയ ജോലിയൊക്കെ എങ്ങനെയുണ്ട്? നല്ലതാണെന്നാ പറഞ്ഞേ.
മുതലാളിക്കും അവിടെയുള്ള എല്ലാവർക്കുമേ അവളുടെ വലിയ കാര്യമെന്നാ പറഞ്ഞ്. അവക്ക് ആ ജോലി കിട്ടാനും എന്റെ മോളാ കാരണം. ഞാനോ? അതിന് ഞാൻ എന്ത് ചെയ്തു? ചിലര് വരുമ്പോ ചരിത്രം വഴിമാറുമെന്ന് പരസ്യത്തില് പറയുന്നത് കേട്ടിട്ടില്ലേ? ചേച്ചി ഈ വീട്ടില് കാലുകുത്തി ഈ വീടിന്റെ ചരിത്രവും മാറി, അല്ലേ ആന്റി? അനഘമോള് പറഞ്ഞത് 100% സത്യം തന്നെയാ. ഇരുള് മൂടിക്കിടന്ന ഈ വീട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവന്നത് ആയിഷമോള് തന്നെയാ. ജോലി കിട്ടണമെങ്കിൽ ആദരമോൾക്ക് ആ കമ്പനിയിൽ കുറച്ച് പണം ഡെപ്പോസിറ്റ് കൊടുക്കണമായിരുന്നു. മോള് കൊണ്ടുവന്ന പണത്തിൽ നിന്നാ ആ ജോലിക്ക് ഡെപ്പോസിറ്റ് കൊടുത്തത്. എല്ലാം ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാ മതിയല്ലോ. ഇപ്പൊ മനസ്സിലായില്ലേ ഈ വീട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവന്ന മാലാഖിയാണ് ആയിഷ ചേച്ചിന്ന്? എന്റെ അച്ഛമോളുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. മോളിങ്ങനെ മുന്നിൽ വന്നിരിക്കുമ്പോഴേ സത്യത്തിൽ എനിക്ക് എന്റെ അച്ഛമോളെ ഓർമ്മ വരിക.